അസ്സലാമലൈക്കും. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി പോള അല്ലെങ്കിൽ എഗ് മക്രോണി കേക്ക്. സ്പൈസി ആയിട്ടുള്ള മക്രോണി പോളയാണ്. ആദ്യം തന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി അല്ലെങ്കിൽ സവാള 2 എണ്ണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മക്രോണി വേവിച്ച് വെച്ചതാണ്, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, പെപ്പർ പൗഡർ, പിന്നെ ഒരു 3 മുട്ട, ആവശ്യത്തിന് കറിവേപ്പില. ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെക്കുക. എണ്ണ ഒഴിക്കുക. ഞാനിവിടെ യൂസ് ചെയ്തത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പില ആഡ് ചെയ്യാം. ചതച്ച് വെച്ച ഇഞ്ചി, ഗാർലിക്, പച്ചമുളക്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഉള്ളി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ നിറം ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് ഒന്നും കൂടി ഇളക്കുക. ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല. ചിക്കന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിന് ചെറിയ കഷ്ണങ്ങളാക്കി ആഡ് ആക്കാവുന്നതാണ് നമുക്ക്. ഇനി വേവിച്ച് വെച്ച മക്രോണി ആഡ് ചെയ്യാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതിലേക്ക് മുളക് പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല മതിയാവും, അതും കൂടി ചേർക്കാം. 3 മുട്ടയിൽ പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. മക്രോണിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുട്ട മിക്സിലേക്ക് ഇതും കൂടി ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഒരു പാനിൽ ബട്ടറോ നെയ്യോ ആഡ് ചെയ്യാം. അത് ചൂടായതിന് ശേഷം മക്രോണിൻ്റെ മിക്സ് അതിലേക്കിട്ട് മൂടി വെക്കുക. ഏകദേശം 20 മിനിറ്റ് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. മക്രോണി പോള അല്ലെങ്കിൽ എഗ് മക്രോണി കേക്ക് റെഡിയായി. Subscribe to my channel and also press this bell icon.